ഇന്ന് ശ്രീ മഹാദേവി ഭാഗവതത്തിലെ മറ്റൊരു കഥയാണ് പറയുന്നത്. എന്താണ്? ഗംഗോൽപത്തി. വ്യാസമഹർഷിയോട് ജനമേജയ മഹാരാജാവ് ചോദിക്കുന്നതാണ് എന്ത്? ഗംഗയുടെ ഉൽപ്പത്തി എങ്ങനെയാണ് എന്ന്. അപ്പം വ്യാസമഹർഷി പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ത്? അതൊരു അത്ഭുത കഥയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. എന്താ? വൃശ്ചിക മാസത്തിലെ പൗർണമി ഗംഗാദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മംഗള ദിനമാണ്. ആ പുണ്യദിനത്തിന് എന്താ പേര് പറയുക? തൃക്കാർത്തിക എന്നാണ് പേര് പറയുക. കാരണം എന്താണ്? വൃശ്ചിക മാസത്തിലെ പൗർണമി ദിവസം മിക്കവാറും ഏത് നക്ഷത്രമായിരിക്കും വരിക? കാർത്തിക നക്ഷത്രമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് അതിന് തൃക്കാർത്തിക എന്ന് പേര് പറയുന്നത്. അങ്ങനെ വൃശ്ചിക മാസത്തിലെ ഒരു പൗർണമി ദിവസം എന്താണ്? വിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിലെ രാസമണ്ഡപത്തിൽ വെച്ച് ആദിപരാശക്തിയായ ദേവിയെ അങ്ങനെ പൂജിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം ഭഗവാന്റെ, അതായത് പുണ്യപുരുഷോത്തമൻ്റെ പൂജ കണ്ട് വന്ദിക്കുവാനായിട്ട് ആരൊക്കെ വരും? ബ്രഹ്മദേവനും പരമശിവനും സനകാദി മുനികളും നാരദാദി മഹർഷികളും ദേവികളും അവിടെ ആഗമിക്കും. ഭക്തിയോടുകൂടി വേറെ ആരൊക്കെ വരും? ഇന്ദ്രാദി ദേവന്മാരും വരും. അപ്പം ശ്രീനാരായണമൂർത്തി എന്താ ചെയ്യുക? തനിക്ക് ഏറ്റവും പ്രിയങ്കരവും വിശ്വമനോഹരവും ആദിയിൽ താൻ അവലംബിച്ചിരുന്നതുമായ ശ്രീകൃഷ്ണ രൂപത്തിൽ ആരോടൊപ്പം അവിടെ പ്രത്യക്ഷപ്പെടും? രാധികാദേവിയോടുകൂടി അവിടെ പ്രത്യക്ഷപ്പെടും. അപ്പോൾ സദസ്സിലിരുന്ന സർവരും എന്താണ്? ആ ദിവ്യകോമള രൂപത്തെ കണ്ട് ഭക്തി പുളകം കൊണ്ട് നമസ്കരിച്ചിട്ട് വാഴ്ത്തി സ്തുതിക്കും. എന്താണ്? അത്രയും ചേതോഹരാകൃതിയായിരുന്നു കാർവർണ അപ്പോൾ കൈക്കൊണ്ടത്. അത് അനന്തന് പോലും വർണ്ണിക്കാൻ കഴിവില്ല എന്നാണ് പറയുന്നത്. അത്രയും മനോഹര രൂപമായിരുന്നു ഭഗവാനപ്പം കൈക്കൊണ്ടത്. അപ്പം ഇത് കണ്ടിട്ട് എന്താണ്? സംഗീതദേവിയായ വാണി ഭഗവതി എന്താക്കും? മണിവീണയിൽ ശ്രുതിമധുരമായ ഗാനങ്ങൾ ഉതിർത്തുകൊണ്ട് ആ സദസ്സിനെ ആകമാനം എന്താണ്? ആനന്ദലഹരിയിൽ ആറാടിക്കുന്നതാണ്. അപ്പം ആ നാദത്തിൽ എന്താണ്? ആ വീണയുടെ മധുര സംഗീത ലഹരിയിൽ മതിമയങ്ങിയിട്ട് എല്ലാവരും സരസ്വതി ദേവിയെ അനുമോദിച്ചിട്ട് പല പാരിതോഷികങ്ങളും നൽകും. എന്തൊക്കെയാ പാരിതോഷികങ്ങൾ ദേവിക്ക് കൊടുക്കുന്നത്? ബ്രഹ്മാവ് എന്താണ്? വിശിഷ്ടമായ ഒരു വൈഢൂര്യ രത്നഹാരം കൊടുക്കും. മഹാദേവനോ അത്യുജ്വലകാന്തി എഴുന്നൊരു മുത്തണി രത്നപ്പതക്കവും. എന്താണ്? നാരായണൻ എന്താണ്? കൗസ്തുഭഹാര സദൃശ്യമായ ഒരു മരതകരത്നമാലയും. ലക്ഷ്മി ദേവി ഗണ്ഡമണ്ഡലങ്ങളിൽ പ്രകാശം പരത്തുന്നൊരു 2 കർണകുണ്ഡലങ്ങളും. പിന്നെന്താ? പാർവതീദേവി പാർവണചന്ദ്രപ്രഭ തിളങ്ങുന്നൊരു ചൂടാമണി രത്നവും. യമധർമ്മരാജാവ് എന്താ? സൽകീർത്തി ദാവല്യവും. വായു ഭഗവാൻ ശുഭ്രപട്ടാംബരങ്ങളും. ഇന്ദ്രൻ കൽഹാരപുഷ്പവും ദേവിക്ക് സമ്മാനിച്ചു. ആ സമയം എന്താണ്? ബ്രഹ്മാവ് പറയുന്നത് ആരോട് പറയും? മഹാദേവനോട് പറയുന്നത്, ചന്ദ്രകലാധര, അങ്ങ് ഗാനപ്രവീണനും നടരാജമൂർത്തിയുമല്ലേ എന്ന് ചോദിക്കുന്നതാ. ഈ സമയത്ത് ഒരു മനോഹരമായ ശ്രീകൃഷ്ണ രൂപത്തെ വർണ്ണിച്ചൊരു ഗാനം ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്, അല്ലാതെ അഭ്യർത്ഥിക്കുകയാണ് എന്ന് പറയുന്നതാണ്. അപ്പം ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥന മാനിച്ചിട്ട് ഭഗവാൻ എന്താക്കും? മഹാദേവൻ ആനന്ദഭൈരവീരാഗത്തിൽ ഒരു ഗീത ആലപിച്ചുകൊണ്ട് തിരുനടനം ചെയ്യുന്നതാണ്. അപ്പം എന്താ? മഹാദേവന്റെ മധുരഗാനസുതയിൽ ശ്രീകൃഷ്ണ മഞ്ജുള രൂപം അലിഞ്ഞിട്ട് ഒരു പുണ്യതീർത്ഥമായി തീരുന്നതാണ്. അതോടൊപ്പം ആരും ചേരും? ശാപഫലം എന്നോണം എന്താണ്? ഗംഗാദേവിയെ അതിൽ ലയിച്ചിച്ച് ജലമായി പരിണമിക്കുന്നതാണ്. കാരണം എന്താ? സരസ്വതീ ദേവി ഗംഗാദേവിയെ ശപിച്ചിരുന്നു. ത്രിദേവി കലഹം കഥ പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് സരസ്വതീ ദേവി ഗംഗാദേവിയെ ശപിക്കുന്നത് എങ്ങനെയാണ്? ഭൂമിയിൽ പാപികളുടെ പാപഭാരം കഴുകാനുള്ള ഒരു നദിയായി നീ തീരട്ടെ എന്ന് സരസ്വതീ ദേവി ശപിച്ചിരുന്നു. ആ ശാപഫലം എന്നോണം ഗംഗാദേവിയും എന്താണ്? ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ മഞ്ജുള രൂപ അലിഞ്ഞ പുണ്യതീർത്ഥത്തിൽ ചേരുന്നതാണ്. അതിൽ ലയിച്ചിട്ട് ജലമായിട്ട് പരിണമിക്കുന്നതാണ്. അപ്പം എന്താ? ശ്രീകൃഷ്ണ പരമാത്മാവും ഗംഗാദേവിയും പരമശിവന്റെ ഭക്തിഗാനസുതയിൽ ലയിച്ച ആ തീർത്ഥത്തെ ഭഗവാൻ എന്താക്കും? മഹാദേവൻ 2 തൃക്കൈകൾ കൊണ്ട് കോരിയെടുത്തിട്ട് എന്ത് ചെയ്യേണ്ടു എന്ന് ആലോചിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആകാശത്ത് നിന്നും ഒരു അശരീരി ഉണ്ടാവും. അതനുസരിച്ചിട്ട് ആരൊക്കെ? മഹാവിഷ്ണുവും ബ്രഹ്മാവും മഹർഷികളും ഇന്ദ്രാദികളും കൂടി ചേർന്ന് മംഗളവാദ്യങ്ങളോടെ മൃത്യുഞ്ജയനെ എതിരേറ്റ് എവിടെ കൊണ്ടുപോകും? അശരീരിയിൽ പറഞ്ഞ പുണ്യസ്ഥലത്തേക്ക് ആനയിക്കുന്നതാണ്. അങ്ങനെ ശിവൻ ഭക്തിപൂർവം, മഹാദേവൻ ഭക്തിപൂർവം അവിടെ ആ തീർത്ഥം സംസ്ഥാപിക്കുന്നതാണ്.
സംസ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. ശിവൻ ഭക്തിപൂർവ്വം ഇവിടെ ആ തീർത്ഥം സംസ്ഥാപിച്ചു. അങ്ങനെയാണ് ഗംഗ വാനവർ ഗംഗയായി പിന്നീട് തീർന്നത് എന്നാ. അന്ന് അശരീരി എവിടെ നിന്നുണ്ടായത്? സാക്ഷാൽ ജഗദംബികയിൽ നിന്നുമാണ് ആ അശരീരം ഉണ്ടായത്. ഇതാണ് ഗംഗാദേവിനെ പറ്റി പറയുന്നത്. ഏതു പാപവും ഗംഗാനദിയിൽ നിമഞ്ജനം ചെയ്താൽ നശിച്ചു പോകുന്ന, ഉടലോടുകൂടി സ്വർഗം പ്രാപിക്കുന്നവർ ആ പാവന മന്ദാകിനിയിൽ മഞ്ജനം ചെയ്താൽ എന്താണ്? ഭൗതികമായ ജഡം നഷ്ടപ്പെട്ട് മുക്തിയെ പ്രാപിക്കുന്ന പറയുന്നത്. പിന്നീട് കാലത്ത് എന്തായി? ഭഗീരഥൻ എന്ന രാജാവ് എന്താണ്? തൻ്റെ പൂർവ്വപിതാക്കളായ സകരന്മാരുടെ ആത്മമുക്തിക്ക് വേണ്ടിയിട്ട്, സകരന്മാർക്ക് മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ട് ഭഗീരഥൻ എന്താക്കും? തപസ് ചെയ്തിട്ട് ഗംഗാനദിയെ ഭൂതലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പം എന്താ? അതിശക്തിയായത് ആകാശത്ത് നിന്നും കീഴോട്ട് പതിച്ച്. അപ്പം ഭൂമി നശിച്ചു പോവില്ലേ? അപ്പം മഹാദേവൻ എന്ത് ചെയ്യും? ഭഗവാൻ വേഗം അതെന്താണ്? തൻ്റെ ശിരസിൽ ധരിച്ചിട്ട് അതിൻ്റെ ഗംഗാനദിയുടെ എന്താണ് ഗതി ശാന്തമാക്കുന്നതാണ്. അങ്ങനെ ഗംഗാദേവി ശിവൻ്റെ തിരുമൗലിയിൽ അധിവാസമർപ്പിക്കുന്നതാ. അന്ന് മുതൽ ശർവൻ എന്ത് പേര് വരും? ഗംഗാധരൻ എന്നുള്ള നാമവും കൂടി മഹാദേവന് സിദ്ധിക്കും. ഗംഗാധരൻ എന്ന് വെച്ചാൽ എന്താണ്? ഗംഗാദേവിയെ ധരിച്ചവൻ എന്നാണ് അർത്ഥം. ഗംഗാദേവിയെ പിന്നീട് എന്താക്കും? പരമശിവൻ തൻ്റെ പത്നിയായിട്ടും സ്വീകരിക്കുന്നതാണ്. ഇതാണ് ഗംഗോൽപത്തി ചരിതം. എന്തെങ്കിലും അറിയാതെ തെറ്റ് വന്നു പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അടുത്തത് തുളസീദേവി ചരിതമാണ്.